ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആം ആവണി, യു വാച്ചിങ് ആവണി ഹൗസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട്, പ്രൊമോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. ഗായ്സ്, ഇന്നിങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ന് വൈകിട്ട് നടക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം ആക്ച്വലി ഒത്തിരി നാളത്തെ പ്രാക്ടീസാണ്, പക്ഷെ എല്ലാവരും കൂടെ അധികം ഡേയ്സ് വന്നിട്ടില്ല. ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ മറ്റാൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കാരണം വരാണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ അപ്പം എല്ലാവരും അങ്ങനെ എത്താറില്ല. അപ്പം കുറച്ച് ദിവസമാണ് എല്ലാവരും കൂടെ ഒത്ത് കിട്ടിയിട്ടുള്ളത്. എന്നാലും ഞങ്ങൾ മാക്സിമം എല്ലാവരും ഞങ്ങളുടെ ഇതെല്ലാം ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളുടെയൊക്കെ അവർ അതിമനോഹരമാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ ഇന്നത് നടക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിനി മേക്കപ്പ് ഇടാനായിട്ട് പോകണം. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി ഫുഡ് കഴിക്കാമെന്ന്, ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ലൈറ്റായിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനിതാണ് ഇട്ടേക്കുന്ന ഡ്രസ്സ്. ഇനി അവിടെ ചെന്നിട്ട് ഒരു ഷർട്ട് എടുത്തിടണം. ഇനി അങ്ങനെയൊന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടോയെന്ന് വെച്ചാൽ പേടിയില്ലെന്ന് വെച്ചാൽ പേടിയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടിട്ട്. ഒരു തവണ സബ് ജില്ലയിൽ ഇതുപോലെ മേക്കപ്പൊക്കെ ഇട്ട് മാർഗംകളിക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഇത്രയും പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഒരു ഡാൻസിന് പോകണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടി, ഞാൻ തെറ്റിക്കുമോ എന്നുള്ള ഭയം, ഞാൻ കാരണം ഡാൻസ് കൊള്ളാവരുത്, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. ആ പ്രോബ്ലം ഗൈസ്, നമ്മളിന്ന് സെറ്റാക്കും. അങ്ങനെ ഗൈസ്, ഞാൻ ചരടൊക്കെ കിട്ടി. കുറേ വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ ചരടൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഗൈസ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ മേക്കപ്പ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. ഐലാഷസൊക്കെ വെച്ച് മേക്കപ്പൊക്കെ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനാണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല, ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരുടെയും മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മെയിനായിട്ട് ഇങ്ങനെ കാണുന്നതിനേക്കാളും കളിക്കാൻ നേരത്ത് ആ ലൈറ്റൊക്കെ കൂടെ വന്നപ്പോഴത്തേനും നൈസായിരുന്നു. എനിക്കതപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഫ്രണ്ടിൽ പഫ് വെച്ചിട്ട് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നത്, അഴിച്ചിട്ട പോലെ. അതും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ആ സ്കേർട്ടും ടോപ്പാട്ടോ ഞങ്ങളിടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെയിറ്റൊക്കെ വന്നപ്പോഴത്തേനും ഒരിച്ചിരി വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡാൻസ് കളിക്കാൻ നേരത്തെ ആ ഒരു സംഭവം തോന്നത്തില്ല. പക്ഷെ ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെയറും ചെയ്ത് ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ലുക്ക്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇങ്ങനെ എല്ലാവരും, ഞാനാട്ടോ ആദ്യമേ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇങ്ങനെ എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് ഓരോ വഴിക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ പാട്ടൊക്കെ കേട്ടിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. പിന്നെ ഗൈസ്, ഞാനല്ലേ ആദ്യം മേക്കപ്പ് ഇട്ടത്, അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്തൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഇരുന്നിങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തൊക്കെ നോക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അരങ്ങേറ്റത്തിലൊരു കുട്ടി. പിന്നെ ലാസ്റ്റ് ചേച്ചി മേക്കപ്പ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്തിട്ട് അവസാനമായിരുന്നു ചേച്ചി മേക്കപ്പ് ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ അമ്പാടി ചേച്ചിയുടെ മേക്കപ്പൊക്കെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചേച്ചി മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ആ സമയം കൊണ്ട് ഞങ്ങൾ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഇതൊക്കെ ഇട്ടപ്പോഴത്തേനും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ ഡാൻസും കൂടെ കളിക്കുന്നത് നൈസായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചിയും ഒരുങ്ങി ചേച്ചിയുടെ ലുക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഗസ്റ്റിനെ ആദരിക്കലും പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലങ്ക കെട്ടിക്കൊടുക്കൽ ആ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ടൊക്കെ കയറി തൊഴുതിട്ട് ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഞാൻ പ്രൊമോ ഷൂട്ടൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രൊമോയുടെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അതിനകത്ത് ഓൾറെഡി പാട്ടുകളുണ്ട്, അപ്പം ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഡാൻസിൻ്റെ പോർഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ പ്രോഗ്രാം നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഡാൻസിൻ്റെ കുറച്ച് പോർഷൻ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.